ഇല്ലാ അൻ യറാ മഖഅദഹു മിനൽ ജന്ന ഔ മഖഅദഹു മിനൻ നാർ. നഊദു ബില്ലാഹി മിനൻ നാർ, നഊദു ബില്ലാഹി മിനൻ നാർ, നഊദു ബില്ലാഹി മിനൻ നാർ. സ്വർഗവാസിയാണെങ്കിൽ സ്വർഗത്തിന്റെ അവന്റെ ഇരിപ്പിടം കാണാതെ ഒരാൾ മരിക്കുകയില്ല. നരകവാസിയാണെങ്കിൽ നരകത്തിന്റെ ഇരിപ്പിടം കാണാതെ അവർ മരിക്കുകയില്ല. ഇരിപ്പിടം പറഞ്ഞാൽ ഇതാവൂല. അത് ഇരിപ്പിടം എന്ന് പറഞ്ഞ ഒരു ലോകല്ലേ. നൈപുണ്യമുള്ള ഒരു കുതിര 1000 കൊല്ലം ഓടിയാലും തീരാത്തതാണ് ഒരു താഴേക്കടയിലുള്ള സ്വർഗവാസിയുടെ ഏരിയ. എന്ത് പറഞ്ഞ്? നൈപുണ്യമുള്ള ഒരു കുതിര 1000 കൊല്ലം ഓടിയാലും തീരാത്തതാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുടെ സ്വർഗലോകം. അയാളുടെ സ്വന്തം. അങ്ങനെ ഉണ്ടാവില്ല ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ പണി നോക്ക്. എന്തുകൊണ്ട്? ഈ കോടാന ഗാലക്സികളും ഈ കോടാന നക്ഷത്രക്കൂട്ടങ്ങളും ഈ കോടാന ആകാശഗംഗയും എല്ലാം അള്ളാഹുവിന്റെ 1% റഹ്മത്താണ്. 99% റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗമാണെന്ന് എത്ര തവണയാണ് സാദിഖുൽ വഅദായ മുഹമ്മദ് മുസ്തഫ എത്ര വട്ട അതിന് ഹബീബായ നബി പറഞ്ഞു. فمحمدنا هو سيدنا فالعز لنا لإجابته الله 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 الله. ഞാൻ ഇന്ന് ഒന്നാമതായി തുടങ്ങുമ്പോൾ സ്വർഗം ചോദിക്കലിന്റെ ഒരു അനിവാര്യതയായി ഒരു ഹദീസ് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കയറാം. സ്വർഗം എപ്പോഴും ചോദിക്കണം. എപ്പോഴും സ്വർഗം ചോദിക്കണം. എപ്പോഴും ചോദിക്കണം. അല്ലാ സ്വർഗം തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു തഫാഉലിനൊരു നന്മക്ക്. എന്തുകൊണ്ട്? സ്വർഗം നമ്മെ ചോദിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ നാം സ്വർഗത്തെ ചോദിക്കാതിരിക്കുന്നു? മനസ്സിലായി പറയുന്നത്? സ്വർഗം നമ്മെ അന്വേഷിക്കുന്നുണ്ട്. സ്വർഗത്തിന് നമ്മെ കിട്ടാഞ്ഞിട്ട് വലിയ കൊതിയാ, വലിയൊരു എന്താ പറയാ, നമ്മെ കിട്ടാത്തത് കൊണ്ട് സ്വർഗത്തിന് വല്ലാത്തൊരു വിഷമ. സ്വർഗത്തിന് നമ്മൾ പെട്ടെന്ന് കിട്ടും. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദുൽ മലിക് ബിൻ അബി ബശീർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ ഹാദിൽ അർവാഹിൽ കൊണ്ടുവന്ന ഒരു ഹദീസ് ആണ് ഞാൻ ഇതിന് നിങ്ങളോട് ആദ്യം കേൾപ്പിക്കുന്നത്. സ്വർഗത്തിന് ആദ്യ ദിവസത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കൊതി. എല്ലാവരും സ്വർഗം ചോദിക്കണം എപ്പോഴും. അല്ലാഹ് സ്വർഗം തരണം എപ്പോഴും പറയണം. എന്തുകൊണ്ട്? പുണ്യ റസൂൽ പറയാം. ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക് ബിൻ അബി ബഷീറാണ് റിപ്പോർട്ടർ മുത്തുനബിയിൽ നിന്ന്. ഇത് ഉദ്ധരിക്കുന്നത് മുത്തുനബിയിൽ നിന്ന്. റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മഹാനായ ഹാഫിൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഹബീബായ നബി പറഞ്ഞു, മാ മിൻ യൗമിൻ ഇല്ലാ വൽ ജന്നത്തു വൻ നാറു തസ്അലാനി. ഒരു ദിവസവും ഇല്ല സ്വർഗവും നരകവും യാചിക്കാത്ത ഒരു ദിവസവും ഇല്ല. സ്വർഗവും നരകവും അല്ലാഹുവോട് യാചിക്കാത്ത ഒരു ദിവസവും ഇല്ല. എന്താ യാചിക്കുക? തഖൂലുൽ ജന്ന, സ്വർഗം യാചിക്കും. യാ റബ്ബി ത്വാബത് സിമാരി, എന്റെ പഴങ്ങളെല്ലാം മൂത്ത് പാകപ്പെട്ടിട്ടുണ്ട്. പഴങ്ങളൊക്കെ അറുത്തെടുക്കാനുള്ള രൂപത്തിലായിട്ടുണ്ട്. മനോഹരമാണ് പഴങ്ങൾ. എന്റെ പുഴയിലെല്ലാം വെള്ളം നിറഞ്ഞ് മനോഹരമായിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ആളുകളൊക്കെ കിട്ടാൻ എനിക്ക് വലിയ കൊതിയാണ്. അല്ലാഹ് ആളുകളെ വേഗം എനിക്ക് തരണം. പെട്ടെന്ന് ഖിയാമത്ത് നാളാക്കണം. വേഗം എങ്ങോട്ട് ആളെ തരണം. എന്തുകൊണ്ട്? എന്റെ പഴങ്ങളെല്ലാം നല്ല മനോഹരമായി മൂപ്പത്തി മനോഹരമായിട്ടുണ്ട്. എന്റെ പുഴയിലെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞത്? വേനൽക്കാലത്തെ ഭാരതപ്പഴ പോലെയല്ല. നല്ല നള്ളുണ്ട്, നല്ല മനോഹരമായ വൃക്ഷങ്ങളുണ്ട്, അതിൽ പഴങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ ഇഷ്തഖ്തു ഇലാ ഔലിയാഇ, എന്നെ ഏറ്റെടുക്കുന്ന ആളുകളെ കാണാൻ എനിക്ക് വലിയ കൊതിയായി. എന്നെപ്പോഴും സ്വർഗം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ആ സ്വർഗത്തിൽ എത്തുന്നവരിൽ നമ്മളെ ചേർക്കട്ടെ. അല്ലാ അല്ലാ അല്ലാ. നരകത്തിന്റെ ഹദീസ് ഈ സന്തോഷ ദിവസം ഞാൻ വായിക്കുന്നില്ല. നരകം ഇതുപോലെ പറയുന്നുണ്ട്, ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ പറയുന്നില്ല. നമ്മൾ സ്വർഗം മാത്രമല്ലേ പറയുന്നത്. അതുകൊണ്ട് നരകം ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് സുഖമില്ല. അതുകൊണ്ട് നരകവും ഇങ്ങനെ പറയുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ചാൽ ഉണ്ട്.
രണ്ടും യാചിക്കും. അല്ലാ അല്ലാ എൻ്റെ ആളെ തരണേ. മറ്റേ ആൾ പറയും അല്ലാ അല്ലാ എൻ്റെ ആളെ തരണേ. അല്ലാഹു ഇവിടെ നമ്മൾ എത്തിച്ചേർത്തെ. അതിൻ്റെ മനോഹരമായ ഭംഗി അല്ലാഹു തആല അതിൽ എത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന്. ഫൽജന്നത്തു തത്ലുബു അഹ്ലഹാ ബിർദാതി വതജ്ദിബുഹും ഇലൈഹാ ജദ്ബാ. അക്ഷരാർത്ഥത്തിൽ സ്വർഗം നമ്മെ തേടുക തന്നെയാണ്, നമ്മെ വലിക്കാണ്, അതിൻ്റെ ഉള്ളിലേക്ക് വലിക്കുക. ഒന്ന് വാ ഒന്ന് വാ ഒന്ന് വാ എന്ന്. വഖദ് അമറനാ റസൂലുള്ളാഹി വഖദ് അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ നസാല നദ്കുറുഹുമാ വലാ നൻസാഹുമാ. അതുകൊണ്ട് മുത്തുനബി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മൾ എപ്പോഴും അതിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ സ്വർഗത്തെയും നരകത്തെയും മറക്കരുത്. മനസ്സിലായില്ലേ? നരകം അതിൻ്റെ ആളെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അല്ലാഹുവേ നരകം തരരുതേ എന്ന് കാവൽ ചോദിക്കണം. സ്വർഗത്തിൽ കുതിച്ചെപ്പോഴും തേടണം, എപ്പോഴും കുതിച്ച്. മനസ്സറിഞ്ഞിട്ട് ഇന്നലെ സ്വർഗം ചോദിച്ചാൽ കൈവക്കി കൂട്ടത്തിന് മനസ്സറി നസർക്കൽ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സർ. മാഷാ അല്ലാഹ്, നല്ല മോൻ. 2 അൽഹംദുലില്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. എന്നെ ചോദിക്കണം. സ്വർഗം ഭയങ്കര. നമുക്കൊക്കെ അവിടെ കൂടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ കുട്ടികൾ ഞാനും ഒക്കെ അവിടെ സന്തോഷത്തിൽ താമസിക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്തിനായി പ്രസംഗിക്കണം? ഇത് ആയിരക്കണക്കായ ആളുകളിൽ എത്തിയിട്ട് അവർക്ക് ഇതിൻ്റെ ഒരു സന്തോഷം എത്തിയിട്ട് അവരും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കലല്ലേ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അവരൊക്കെ അള്ളാഹിൻ്റെ കോടതി എന്ന് പറയണം. ആ റഹ്മത്തുള്ളാഹിയുടെ ആ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് സ്വർഗത്തിലെത്തുന്ന കൊതി വന്നതെന്ന്. അങ്ങനെ പറയുന്നവരുണ്ടാവില്ലേ? പറയും, ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടില്ല. ഇവർക്കൊക്കെ കിട്ടും. ഇവരൊക്കെ അതിൻ്റെ ഹെൽപ്പർമാരാണ്. അവർക്കൊക്കെ കിട്ടും. മോൻ്റെ പേരെന്താ? ഷാഫി. മോൻ്റെ പേരെന്താ? റമീസ്. റബിയാണ്. മാഷാ അല്ലാഹ്. ലാ തസാലു റബിയാണ്. മാഷാ. അപ്പൊ നമ്മൾ ഇനി സ്വർഗത്തിന്റെ ആദ്യ ദിവസത്തിലേക്ക് പോവാ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എന്തൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുക? സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താ? സ്വർഗത്തിൽ കയറിയ ഒരാൾക്ക് ഒരു ഗൈഡിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല. ഗൈഡ് വന്നേക്കാം, ഗൈഡ് വേണ്ട. ഒരു പ്രത്യേകത. നമ്മൾ അതിലേക്ക് കയറിയാൽ നമ്മളെ സ്ഥലത്ത് നമ്മൾ എത്തും. മനസ്സിലായില്ലേ? നമ്മൾ എത്തും. അതെങ്ങനെ? അത് അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ അടിമക്ക് അറിയിച്ചു കൊടുക്കും. അത് ചിലപ്പോൾ ലാസ്റ്റ് മൂമെന്റ് ആയിരിക്കും. മനസ്സിലായോ? സ്വർഗത്തിൽ കയറിയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലെത്തുന്ന രംഗം മരണവേളയിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതായേക്കാം. പിന്നെ അതവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കും. അങ്ങനെ ആയേക്കാം റൂഹിന്. ഏതായാലും സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താ? അതിൽ കയറിയ 1-ാം ദിവസം തന്നെ നീ നിന്റെ കൊട്ടാരത്തിലെത്തും. നിനക്കൊരു ഗൈഡ് വേണ്ട. ചിലപ്പോൾ മലക്ക് കൂടെ വന്നേക്കാം, പക്ഷെ മലക്കിന്റെ ആവശ്യം നിനക്കുണ്ടാവില്ല. മലക്ക് നിന്നെ ആനയിച്ചു കൊണ്ടുപോകും. അത് നിനക്കൊരു അഭിമാനം. മനസ്സിലായില്ലേ? ഒരു അഭിമാനം എന്നേ ഉള്ളൂ. മലക്കിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നീ നിന്റെ കൊട്ടാരത്തിലെത്തും. അവനവന്റെ നാടിനെയും വീടിനെയും അറിയുന്നത് പോലെ അവനവൻ എന്തിനെ അറിയും? സ്വർഗത്തിലെ കൊട്ടാരത്തെ അറിയും. നേരെ കയറും. നമുക്കൊരു പെരവിടെ ഉണ്ടെന്നുണ്ടല്ലോ, എവിടെ അന്വേഷിക്കേണ്ടി വരില്ല. മനസ്സിലായില്ലേ? അവനവന്റെ വീടിനെ അന്വേഷിച്ച് അങ്ങനെ നടക്കേണ്ടി വരില്ല. ഏതോ ആളുകൾ അന്വേഷിച്ച് വന്നപ്പോൾ, നമ്മളെ കാലത്തൊരു ഫലിതണ്ടായിരുന്നു. അന്വേഷിച്ച് വന്നപ്പോൾ മോട്ടോർ സൈക്കിൾ വന്ന 2 ആള് വഴി കണ്ട ഒരാളോട് ചോദിച്ചു, അപ്പുമാഷ വീട് എവിടെയാണ്? അപ്പോൾ മൂപ്പര് പറഞ്ഞ്, അപ്പുമാഷ ഞാൻ തന്നെയാണ്, വീട് തന്നെ ഞാനും അന്വേഷിക്കണത്. മനസ്സിലായില്ല? 2 ആള് മോട്ടോർ സൈക്കിൾ വന്നിട്ട് വഴി കണ്ട ഒരാളോട് ചോദിച്ച്, അപ്പുമാഷ വീട് എവിടെയാണ്? അപ്പോൾ ആ ആള് പറഞ്ഞു, അപ്പുമാഷ ഞാൻ തന്നെ, വീട് എവിടെയെന്ന് അറിയില്ല. കാരണം മൂപ്പര് വെള്ളത്തിലാണ്. അപ്പോൾ മൂപ്പര് വൈകുന്നേരം മുതൽ തരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് വീട്? വെള്ളം ഇറങ്ങുന്നത് വരെ പിന്നെ കിട്ടൂല. ഈ ഒരവസ്ഥ ഉണ്ടാവില്ല. സ്വർഗത്തിലെ കയറി കഴിഞ്ഞാൽ അവനവന്റെ കൊട്ടാരത്തിലെത്തും. വല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി ഫലൻ യുളില്ല സയഹ്ദീഹിം വയുസ്ലിഹു ബാലഹും വയുദ്ഖിലുഹുമുൽ ജന്നത അർഫഹാ ലഹും.
സൂറത്ത് മുഹമ്മദ് 4-5-6. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്തവർ ഫലയുളില്ല, അവരൊരിക്കലും പിഴക്കുകയില്ല. അവര് പിഴക്കൂല, പിഴപ്പിക്കൂല. മനസ്സിലായില്ലേ? അവരെയും പിഴപ്പിക്കൂല. മനസ്സിലായില്ലേ? അള്ളാഹു അവരെ പിഴപ്പിക്കുകയില്ല, അവരെ ഒരിക്കലും പിഴക്കേണ്ടി വരികയുമില്ല. സയഹ്ദീഹിം, അവരെ അള്ളാഹു നയിക്കും. യുസ്ലിഹു ബാലഹും, അവരെ മനസ്സിനെ അള്ളാഹു നന്നാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെയോ വയുദ്ഖിലുഹുൽ ജന്ന അർറഫഹാ ലഹും, അവരെ അള്ളാഹു സ്വർഗ്ഗത്തിൽ കടത്തുകയും അർറഫഹാ ലഹും അതിനവർക്ക് വ്യക്തമായി അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളെ കൊട്ടാരം എവിടെ, ഏരിയ എവിടെ, ആരോട് ചോദിക്കേണ്ടിയില്ല. 1-ാം ദിവസം തന്നെ അവനവന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ കഴിയും. قال مجاهد الإمام مجاهد رضي الله عنه ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു: يهتدي أهلها إلى بيوتهم ومساكنهم لا يخطئونها كأنهم ساكنوها منذ خلقوا لا يستدلون عليها أحدا. يهتدي أهلها, സ്വർഗത്തിന്റെ ഒരാള് നേരെ അതിലേക്ക് പോകും. ഇലാ ബുയൂത്തിഹിം, അവരുടെ വീടുകളിലേക്ക്. വമസാകിനിഹിം, അവരുടെ താമസ സ്ഥലങ്ങളിലേക്കും പോകും. ലാ യുഖ്തിഊന, അവർക്ക് പിഴക്കുകയില്ല. കഅന്നഹും സാകിനൂഹാ മുൻദു ഖുലിഖു, അല്ലാഹ് ദുനിയാവിൽ അവരെ പടച്ച അന്ന് മുതലേ അവർ ഇവിടെ പാർക്കും പോലെയാണ് അവരവസ്ഥ. മനസ്സിലായില്ലേ? കഅന്നഹും സാകിനൂഹാ, അവർ സ്വർഗത്തിൽ തന്നെ താമസിക്കുന്നവരാണ്. മുൻദു ഖുലിഖു, അവരെ സൃഷ്ടിക്കപ്പെട്ട എന്നോ ദുനിയാവിൽ സൃഷ്ടിച്ച അന്ന് മുതലേ അവർ ഇവിടെ പാർക്കുന്ന തോന്നും. അവരെ പോക്കുണ്ടായി. മനസ്സിലായവർ ചിന്തിക്കുക. എന്റെ കൊട്ടാരം എവിടെ, എന്റെ ഏരിയ എവിടെ എന്ന് ഒരു സ്വർഗവാസിക്കും ഒരാളോട് ചോദിക്കേണ്ടി വരികയില്ല. നേരെ വാതിൽ കയറിയാൽ ഡയറക്ടർ നേരെ അവന്റെ ഏരിയക്ക് പോകും. ഇത്ര കൃത്യം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ലഹും അഅറഫു ബിമനാസിലിഹിം, ലഹും അഅറഫു ബിമനാസിലിഹിം, അവർ അഅറഫു ബിമനാസിലിഹിം, അവരുടെ വീടുകൾ കൊണ്ട് ഏറ്റവും അറിയുന്നവരാണ്. എന്ത്? മിൻ മനാസിലിഹിം ഫിദ്ദുനിയാ, ദുനിയാവിലെ അവരെ വീടിനെ അവരറിയുന്നതിനേക്കാൾ സ്വർഗത്തിന്റെ വീടിനെ അവരറിയുന്നതാണ്. അവർ നേരെ അവരെ ഏരിയ ആരോട് ചോദിക്കണേ, ആളെ എവിടെ, നമ്മളെ വീട് ഇത്ര നമ്പർ, നിങ്ങൾ 16-ാം നമ്പർ. 16-ാം നമ്പർ എവിടെയാ? ഇത് 22ആണല്ലോ, നിങ്ങൾ പേച്ചലോ മറ്റേ ഏരിയയിലും കൊണ്ട് ഉണ്ടാവും. നമ്മൾ ഇന്റർനാഷണൽ ഹോട്ടലുകളുണ്ട്, റിസോർട്ടുകളുണ്ട്. ചിലപ്പോൾ യാത്രകൾ അങ്ങനെ താമസിക്കേണ്ടി വരും. അങ്ങനെ ചില റിസോർട്ടുകളിൽ ഞാൻ മറ്റു രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ താമസിക്കാറുണ്ട്. അങ്ങനെ താമസിച്ചാലുള്ള നമ്മുടെ റിസപ്ഷനിൽ അവർ നമുക്ക് നിങ്ങളെ എത്രയും നമ്മളെ ഹട്ട് ഓരോ ഹട്ട്സായിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഹട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ഹട്ടിൻ്റെ നമ്പർ എത്രയാണ്? നമ്പർ 22, നമ്പർ 32, നമ്പർ 64. അതും കൊണ്ട് നടക്കേണ്ടി വരും മണിക്കൂർ കണക്ക്. ഇല്ലെങ്കിൽ ഗൈഡിനെ കിട്ടും. ഗൈഡ് കിട്ടിയില്ലെങ്കിലോ ഗൈഡിനെ നമ്മൾ പോയി. കാരണം ഒരുപാട് ഹട്ട്സ് ആയിരിക്കും, 100 കണക്കിന് ഹട്ട്സുകൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ 64 എന്നിട്ട് നേരെ 16 അരിയൊക്കെയുണ്ട്. അങ്ങനെ നടക്കേണ്ടി വരും. നമ്മുടെ കയ്യിൽ പെട്ടി പ്രമാണം അതുകൊണ്ട് ഈ പ്രയാസമൊന്നും ആർക്കില്ല, സ്വർഗവാസിക്കില്ലേ ഇല്ല. നേരെ അർറഫഹാലഹും, ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ വീട് എവിടെയാണ് എന്ന് അള്ളാഹു കൃത്യമായി അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. ദുനിയാവ് എന്ന് എങ്ങനെ നിങ്ങൾ പറഞ്ഞു? ദുനിയാവ് എന്ന് പറയാൻ കാരണം അങ്ങനെ തന്നെ വ്യാഖ്യാനം ചില കിതാബുകളിലുണ്ട്. ഈ തിരിച്ചറിവ് നമുക്ക് എവിടുന്ന് കിട്ടും? മനസ്സിലായില്ല? എവിടുന്ന് കിട്ടും? ദുനിയാവ് കിട്ടും. ചില ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ കിട്ടൽ എങ്ങനെയായിരിക്കുമെന്നറിയോ? ചിലപ്പോൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കാണും, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ കിടത്തങ്ങളിൽ കാണും. അല്ലെങ്കിലോ മരിക്കണ ആ ഒരു മൂമെന്റ് ഉണ്ടല്ലോ, ആ മൂമെന്റിൽ സ്വർഗം കാണിച്ചിരുന്ന ആരുടെയെങ്കിലും സ്വർഗമല്ല, നമ്മുടെ മക്കാദ് ഇല്ല. ഹബീബായ നബി പറഞ്ഞല്ലോ, ഇല്ല മിനൽ ജന്ന ഔ മഖഅദഹു മിനൻ നാർ. നഊദു ബില്ലാഹി മിനൻ നാർ, നഊദു ബില്ലാഹി മിനൻ നാർ, നഊദു ബില്ലാഹി മിനൻ നാർ. സ്വർഗവാസിയാണെങ്കിൽ സ്വർഗത്തിന്റെ അവന്റെ ഇരിപ്പിടം കാണാതെ ഒരാൾ മരിക്കുകയില്ല. നരകവാസിയാണെങ്കിൽ നരകത്തിന്റെ ഇരിപ്പിടം കാണാതെ അവർ മരിക്കുകയില്ല. ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഇതാവൂല, അത് ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഒരു ലോകല്ലേ.
നൈപുണ്യമുള്ള ഒരു കുതിര 1000 കൊല്ലം ഓടിയാലും തീരാത്തതാണ് ഒരു താഴേക്കടയിലുള്ള സ്വർഗവാസിയുടെ ഏരിയ. എന്ത് പറഞ്ഞു എന്തോന്ന് പറഞ്ഞല്ലോ? എന്താ പറഞ്ഞേ? നൈപുണ്യമുള്ള ഒരു കുതിര 1000 കൊല്ലം ഓടിയാലും തീരാത്തതാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുടെ സ്വർഗലോകം, അയാളുടെ സ്വന്തം. അങ്ങനെ ഉണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ പണി നോക്ക്. എന്തുകൊണ്ട്? ഈ കോടാന ഗാലക്സികളും ഈ കോടാന നക്ഷത്രക്കൂട്ടങ്ങളും ഈ കോടാന ആകാശഗംഗയും എല്ലാം അള്ളാഹുവിന്റെ 1% റഹ്മത്താണ്. 99% റഹ്മത്ത് മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന സ്വർഗമാണെന്ന് എത്ര തവണയാണ് സാദിഖുൽ വഅദായ മുഹമ്മദ് മുസ്തഫ എത്ര വട്ട അതിന് ഹബീബായ നബി പറഞ്ഞു. പിന്നെന്തിനാ സംശയിക്കണേ? അള്ളാഹുവിനെ നമ്മൾ എത്തിക്കട്ടെ. അങ്ങോട്ട് പോ. അവരവരുടെ കൊട്ടാരങ്ങളുടെ ഏരിയകൾ അവരവർ അറിയുന്നതാണ്. എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? പഴയ കാലത്ത് അതിരാവിലെ ജുമാക്കൊരു സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവില്ല, പള്ളി കൂടും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ എപ്പോഴാ? ജുമ കഴിഞ്ഞിട്ട്. പഴയ കാലത്തെ മുഅ്മിനീങ്ങൾ അങ്ങനെ സുബഹിക്കൊന്ന് പള്ളി കൂടും, അങ്ങനെ താമസിക്കും. അപ്പോൾ ജുമ കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് കൃത്യമായി ഓടാറില്ലേ? അതുപോലെ വാതിൽ കടന്നാൽ അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് ഓടുന്നതാണ്. അവിടെ ജുമ എന്ന് പറയാൻ കാരണം അതാണ്. മറ്റുള്ള വഖത്ത് പോലെയല്ല ജുമക്ക് രാവിലെ വന്ന് കൂടും. സുബഹിക്ക് വന്നാൽ സാധാരണ ദിവസമാണെങ്കിൽ പിരിഞ്ഞു പോകും. സുബഹി കഴിഞ്ഞാൽ പിന്നെ ദൂറിന് വരുള്ളൂ. എന്നാൽ ജുമക്ക് സ്വഹാബത്ത് താബിഈങ്ങൾ തബഉ താബിഈങ്ങളുടെയൊക്കെ പതിവ് എങ്ങനെയാ? അവര് സുബഹി കഴിക്കാൻ വന്നാൽ പിന്നെ പള്ളിയിൽ നിന്ന് പോവില്ല, അവിടെ തന്നെ പോകും. ചിന്തിക്കണം. നിങ്ങൾ ജുമ കഴിഞ്ഞാൽ നിങ്ങളെ വീടുകളിലേക്ക് ധൃതി പിടിച്ച് കൃത്യമായി ഓടാറില്ലേ? എന്നിട്ട് ആർക്കും വേക്കൂലല്ലോ. ധൃതിയിൽ ഓടിയിട്ട് ഏതെങ്കിലും അയൽവാസിയുടെ വീട്ടിൽ പോയി കയറലുണ്ടോ ആരെങ്കിലും? എന്നെങ്കിലും ചിലപ്പോൾ നമ്മൾ മൂളിപ്പാട്ടും പാടി എന്തോ ഓർത്ത് പോവുകയാണെങ്കിലും എന്നാലും അയൽവാസിന്റെ വീട്ടിലേക്ക് മോട്ടോർ സൈക്കിൾ കയറ്റിയിട്ട് അങ്ങനെ അറിയും. എത്ര അന്തപ്പെട്ട് പോവുകയാണെങ്കിലും അവനാൻ്റെ പരിചയത്തുള്ളൂ. മനസ്സിലായി? കാർ ഓടിച്ച് പോകണ ഒരാൾക്ക് എന്തോ ആലോചിച്ച് പോവാണ്, എന്നാലും അവനാൻ്റെ പരിചയത്തുള്ളൂ. നേരെ അയൽവാസിൻ്റെ അവിടെ പോയി കയറിയിട്ട് കുഞ്ഞാപ്പോ ഞാൻ പേച്ചതാ അങ്ങനെ പറയില്ല. അന്തമുള്ള ഒരുത്തം പേക്കൂല. പിന്നെ പേക്കണം എന്നൊരാൾക്ക് അന്തമുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ പേച്ചൊരു കാര്യമില്ല, പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ ബയ്യനഹാലും അള്ളാഹു അവർക്കത് വിശദീകരിച്ചു കൊടുക്കുന്നതാണ്. ഒരാൾ ഒരു ദലീലും വേണ്ടാതെ, ഒരാളോട് ചോദിക്കാതെ അവനവന്റെ കൊട്ടാരത്തിലേക്ക് ധൃതിയിലെത്താൻ കഴിയും എന്ന്. എന്നാൽ മലക്ക് വരും, അവനെ കൊണ്ടുപോകും. അങ്ങനെയുമുണ്ട്. അത് അവന് എൻ്റെ ആവശ്യമില്ല, എന്നാലും മലക്ക് അവനെ സ്വീകരിച്ചു കൊണ്ടുപോകും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയുണ്ട്. അതൊരു അഭിമാനമാണ്. നമ്മളൊരു വലിയ ഹോട്ടലിൽ ലോഡ്ജ് റൂം എടുത്തു. അപ്പോൾ കീയും കൊണ്ട് ഒരു റിസപ്ഷനിസ്റ്റ് ഒരാൾ കാത്തിരുന്നു. എന്നിട്ട് അയാൾ നമ്മളെ പെട്ടിയൊക്കെ കയ്യിൽ വാങ്ങി അയാൾ അങ്ങനെ നമ്മളെയും കൊണ്ടുപോയി റൂം തുറന്ന് കയറ്റി നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തന്നാൽ അതൊരു മാന്യമായ ഹോട്ടലാണ്. താക്കോല് കയ്യിൽ തന്നാൽ പിന്നെ നമ്മൾ അന്വേഷിക്കണം. മനസ്സിലായി പറഞ്ഞത്? ഇതൊരു അഭിമാനമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മുഖാത്തിബ് ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, ബലഗനാ അന്നൽ മലക്കൽ മുവക്കല ബിഹിഫ്ളി അമലി ബനി ആദം യംശി ഫിൽ ജന്ന. അല്ലാഹ്, ഇവിടെയുള്ള ഈ ആളുണ്ടല്ലോ പഠിച്ചോനെ, ഈ ആൾ നമ്മളെ കൊട്ടാരത്തിൽ കയറ്റാതെ പോകൂല. പഠിച്ചോനെ അല്ലാഹ് റഷീദാവേ, തെറ്റിയ നേരത്തോടെ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. നമ്മൾ നല്ല ആളാണെങ്കിൽ നമ്മളെ ഈ കയറ്റാതെ ഈ ആൾ പോകില്ല. മനസ്സിലായില്ലേ? മാ യൽഫിറു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്തായാലും മുമ്പിലായിട്ട്
وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ إِذْ يَتَلَقَّى الْمُتَلَقِّيَانِ عَنِ الْيَمِينِ وَعَنِ الشِّمَالِ قَعِيدٌ مَا يَلْفِظُ مِنْ قَوْلٍ إِلَّا لَدَيْهِ رَقِيبٌ عَتِيدٌ ഇന്നൽ മലക്കൽ മുഅക്കല, എന്റെ മുഅക്കലായ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. എന്തുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട? ബിഹിഫ്ളി അമലി ബനി ആദം, മനുഷ്യന്റെ അമലിനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. യംശി ഫിൽ ജന്ന, സ്വർഗത്തിൽ നടക്കും. ഇവർ തന്നെയാണ് ഇത് സൂക്ഷിച്ചു വെക്കുക എന്നുമുണ്ട്. ഈ തോളിലുള്ളവർ അത് സൂക്ഷിച്ചു വെക്കും. നമ്മൾ ഖബർ നയിക്കുമ്പോൾ ഇതും കൊണ്ട് അവർ വരും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. നമ്മളെ എഴുത്തുകാർ തന്നെയാണ് നമ്മളെ അമൽ സൂക്ഷിക്കുക. മനസ്സിലായി പറഞ്ഞത്? വഖാല ഖരീനുഹു ഹാദാ മാ ലദൈഹി അതീദ്, ഇതാ എന്റെ അടുക്കൽ തയ്യാറാക്കപ്പെട്ട കിതാബിത എന്നവർ കൊണ്ടുവരും. എവിടെ മുതൽ? നമ്മൾ ഖബർ നീക്കുന്നത് മുതൽ അവരെ നമ്മളെ കൂടണ്ട്. മനുഷ്യന്റെ ബാക്കി അല്ലാഹു അഅലം, മനുഷ്യന്റെ അമല് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അമല് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ടല്ലോ, ആ മലക്ക് യംശി ഫിൽ ജന്ന, സ്വർഗത്തിൽ നടക്കും. വയത്ബഉഹു ഇബ്നു ആദം, മനുഷ്യനായ ആ മലക്കിനെ പിന്തുടരും. ഹത്താ യഅതി അഖ്സ മൻസിലിൻ ഹുവ ലഹു, അവന്റെ വീടിന്റെ ലാസ്റ്റ് ഏരിയ കൊണ്ടേ വിടും. ഇതൊക്കെ എന്റേതാണ്. മനസ്സിലായില്ലേ? ഫസ്റ്റിലല്ല, ലാസ്റ്റ് ഏരിയ കൊണ്ടേ വിടും. യംശി, ആ മലക്ക് നടക്കും. ഫിൽ ജന്ന, സ്വർഗത്തിൽ. വയത്ബഉഹു, ആ മലക്കിനെ പിന്തുടരും. ഇബ്നു ആദം, മനുഷ്യൻ. ഹത്താ യഅതിയ, ആ മനുഷ്യൻ എത്തിച്ചേരുന്നത് വരെ. അഖ്സ മൻസിലിൻ ഹുവ ലഹു, അവന്റെ ഏരിയയുടെ അവസാന ഭാഗത്ത്. മലക്ക് മനസ്സിലാക്കി കൊടുക്കും. കുല്ല ഷൈഇൻ അഅതാഹു അല്ലാഹു ഫിൽ ജന്ന. ഇതാണ് മുഖാത്തിബുൽ ഹയ്യാന്റെ തഫ്സീർ. ഈ മലക്ക് മനസ്സിലാക്കി കൊടുക്കും. ഇയാൾക്ക് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും. അഅതാഹു അല്ലാഹു, അയാൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഫിൽ ജന്ന, സ്വർഗത്തിൽ കൊടുത്ത സകല വസ്തുക്കളും ഒക്കെ ആ മലക്ക് അങ്ങനെ മനസ്സിനാണ്, അതിനാണ് അങ്ങനെ കാണിച്ചു കൊടുക്കും. ഇതപ്പോൾ അവിടെ പാർക്കാൻ, അതിവിടെ വേറെ കൊട്ടാരം അവിടെയുണ്ട്. ഒരു കൊട്ടാരം 10 കൊട്ടാരം ആവില്ല, ആ കൊട്ടാരങ്ങളായിരിക്കും. അവൻ അവന്റെ കൊട്ടാരത്തിലേക്കും അസ്വാജി, അവന്റെ ഇണകളിലേക്കും എത്തിച്ചേർന്നാൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആണും എത്തിച്ചേരും. മനസ്സിലായില്ലേ? ആണ് ആണിന്റെ ഇണകളിലേക്ക്, പെണ്ണ് പെണ്ണിന്റെ ഇണകളിലേക്ക്. ചില ആളുകൾ വിചാരിക്കുമ്പോൾ ഒരു പുരുഷാധിപത്യമല്ല സ്വർഗം. അവരവരുടെ ഇണകളിലേക്ക് എത്തിച്ചേർന്നാൽ, ആണിന്റെ ഇണകളിലേക്ക്, പെണ്ണ് പെണ്ണിന്റെ ഇണകളിലേക്ക് എത്തിച്ചേർന്നാൽ, ഇൻസറഫൽ മലക്കു അൻഹു, അപ്പോൾ മലക്ക് അയാൾ തൊട്ട് തിരിഞ്ഞു പോകുന്നതാണ്. അതുവരെ മലക്കങ്ങനെ പിന്തുടരും, മലക്കങ്ങനെ നടക്കും. യംശി, ആരെ നടക്കണേ? മലക്ക് കൂടെ. അതെന്റേതാണ്. എത്ര ലോകമുണ്ട്. ഏറ്റവും താഴെക്കിടയുള്ള ആൾക്ക് എത്ര നിപുണനായ ഒരു കുതിര 1000 കൊല്ലം ഓടിയാൽ തീരാത്തത്രയാണ് താഴെക്കിടയുള്ള ആൾക്ക്. അങ്ങനെ അല്ലാഹുവേ, അവിടെ ഞങ്ങൾ എത്തിക്കണമേ അല്ലാ, നോക്കാമേ പറ, അവിടെ ഞങ്ങൾ എത്തിക്കണമേ അല്ലോ. ഓ അല്ലാ, ആയിരിക്കും അതിന്റെ ഒരു ഭംഗി എന്തായിരിക്കും എന്ന്. സുബ്ഹാനല്ലാഹ് എന്ന്. وأنه سبحانه وتعالى علمها وبينها بما لم يعلم به كل أحد منزله وداره فلا يتعداه إلى غيره. വേറെ ഒരാളെ വീട്ടിൽ പോയി കയറൂല, അവനറിയും, മലക്ക് അവനെ നയിക്കുകയും ചെയ്യും എന്ന് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീത്ത് കേൾക്കുക. ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് മുത്തുനബിയിൽ നിന്ന് ഹദീത്ത് കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഈ ഹദീത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ ഖലസൽ മുഅ്മിനൂന മിനൻ നാർ,
നരകത്തിന്റെ ഭാഗത്ത് നിന്ന് മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു ഏരിയയിൽ തൽക്കാലം നിൽക്കേണ്ടി വരുന്നതാണ്. നരകത്തിന്റെ ഏരിയ കഴിഞ്ഞു, ഇങ്ങനെ പോകുന്നു, ഇനി എങ്ങോട്ടില്ല. നരകത്തിൽ ചാടുന്ന പേടിയില്ല, ഒക്കെ കഴിഞ്ഞു പോകുന്നു. എന്നാലും സ്വർഗത്തിനെത്തുന്നതിന് മുമ്പ് ഒരല്പം നേരം അവരെ ഒന്ന് നിർത്തും. എന്തിന്? തമ്മിൽ വല്ല ഇടപാടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീരാൻ പറഞ്ഞു തീർക്കുക. നമ്മളോട് കൊടുക്കുന്ന മാപ്പ് കൊടുക്കുക. സാരല്ല, അന്ന് ഞാൻ അന്നെ ഉന്തിയിട്ടുണ്ട്, സാരല്ല, ഞാൻ തന്നെ കണക്കാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ദുനിയാവിന്റെ കാലത്ത് എന്തെങ്കിലും ഖിസാസ് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പറഞ്ഞു തീർക്കും. അങ്ങനെ അവരെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉദിനലഹും അവർക്ക് സമ്മതം നൽകപ്പെടും. എല്ലാം ക്ലിയറായി ഭംഗിയായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ കയറാൻ അവർക്ക് സമ്മതം കൊടുക്കും. എന്റെ ആത്മാവ് കൈവശം വെച്ച റബ്ബാണ് സത്യം. ദുനിയാവിലെ അവന്റെ വീടിനേക്കാൾ ആ സമയത്ത് അവന്റെ താമസ സ്ഥലം അറിയും. ആരറിയും? സ്വർഗവാസി അറിയും. മലക്ക് ആനയിച്ചു കൊണ്ടുപോകും, അതൊരു അഭിമാനമാണ്. പക്ഷേ പറഞ്ഞു കൊടുക്കേണ്ടിയില്ല, നേരിട്ട് തന്നെ അറിയും എന്ന്. വേറെ ഹദീസ് കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, വല്ലദീ ഖാന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ ബഅസനി ബിൽ ഹഖീ, സത്യവും കൊണ്ട് എന്നെ പറഞ്ഞയച്ചവനാണ് സത്യം, യാഥാർത്ഥ്യജ്ഞാനവും കൊണ്ട് എന്നെ ഭൂമിയിലേക്ക് അയച്ചവനാണ് സത്യം. മാ അൻതും ഫി ദുനിയ ബിഅഅറഫ ബിഅസ്വാജികും വമസാകിനികും, നിങ്ങളാരും നിങ്ങളുടെ വീട് കൊണ്ടും ഇണകളെ കൊണ്ടും ഏറെ അറിയുന്നവനല്ല മിൻ അഹ്ലിൽ ജന്ന ബിഅസ്വാജിഹിം വമസാകിനിഹിം ഇദാ ദഖലൂ അൽ ജന്ന. പരിചയമൊന്നും വേണ്ട. ഇദാ ദഖലൂ അൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൊട്ടാരത്തെ കണ്ടെത്താൻ എളുപ്പമാണ്. നിങ്ങൾക്ക് കൃത്യമായി അറിയും ഇവിടെ എൻ്റെ ഏരിയ, ഇവിടെ എൻ്റെ ഏരിയ. മനസ്സിലായില്ലേ? ഒരാൾ ഇങ്ങോട്ട്. ആ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മള് എൻ്റെ ഈ ഭാഗത്താണ്, ആ ഭാഗത്താണ്. ഇങ്ങോട്ട് കാണാം. നമുക്ക് കാണാലോ, നീ പണിയൊന്നുമില്ലല്ലോ, നീ കാണാലോ. കാണും. അപ്പോൾ ഞാൻ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. നേരെ വാതിൽക്കലൊക്കെ കണ്ടുമുട്ടും. അവസ്ഥേ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഷാഫി? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. അന്ന് നീ പറഞ്ഞില്ലേ ഞാൻ സ്വർഗത്തിന്, ഷാഫി നല്ല പേര്. ഷാഫി, അന്ന് നീ പറഞ്ഞില്ലേ ഞാൻ എല്ലാ ദിവസവും സ്വർഗത്തിന് ആത്മാർത്ഥമായി ചോദിക്കാറുണ്ട്. ആയിക്കോട്ടെ. സ്വർഗത്തിന്റെ വാതിൽ അങ്ങനെ കിടന്ന്. അപ്പോൾ ശരിയുണ്ട, ഞാൻ എൻ്റെ ഏരിയ അങ്ങോട്ട് അവസ്ഥ പിന്നെ നമുക്ക് കാണാം. അസ്സലാം. മനസ്സിലായില്ലേ? ഹബീബ നബി പറയാ, മുത്തു മുഹമ്മദ് മുസ്തഫ, പേടിയും പേടിക്കണ്ട, അവനാന്റെ സ്ഥലത്തു. പാർട്ടികളായി, സംഘങ്ങളായി റഹ്മാനിലേക്ക് ഒരുമിച്ച് കൂടുന്ന നാൾ. ഏതാ സൂറത്ത്? മറിയം 85-ാമത്തെ ആയത്ത്. ഈ ആയത്തിന് മുത്ത് റസൂൽ പറഞ്ഞ വ്യാഖ്യാനം. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബിലുണ്ട്. ഉദ്ധരിക്കാണ് ഇബ്നുൽ ഖയ്യിം. ഇതാണ് ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹുവിന്റെ സിഫത്തുൽ ജന്നയാണ്. കുറേ സഹായികൾ കൂടിയാണ് കിതാബുകൾ വാങ്ങി തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഖൈർ നൽകട്ടെ. ഈ ആഴ്ച ഒരു സംഘം ആളുകൾ കൂടി വലിയൊരു പൈസ 50,000 രൂപ കിതാബ് വാങ്ങാൻ വേണ്ടി അയച്ചു. എന്നോട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു, അള്ളാഹു റഹ്മത്തിന്റെ വാതിൽ അവർക്കൊക്കെ തുറന്നു കൊടുക്കട്ടെ, റഹ്മത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ഇന്ന് അൽഹംദുലില്ലാഹ് ഏത് ഇത്തരം കിതാബുകളും നമുക്ക് കിട്ടാനുണ്ട്. പണം ചിലവാക്കണമെന്നേ ഉള്ളൂ. കിതാബ് കിട്ടിയാലോ? കിതാബ് കിട്ടിയാൽ നമുക്ക് ധൈര്യമാണ്, എല്ലാം കൃത്യമാക്കി പറയാൻ കഴിയും. നമ്മുടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ തങ്ങളുടെ സിഫത്തുൽ ജന്ന, അത് വായിക്കേണ്ട ഒരു ഏരിയ ഉണ്ട്, ഞാൻ അവിടെ വായിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇബ്നു അബി ദുനിയ തങ്ങളിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബി ദുനിയ തങ്ങളുടെ കിതാബ് ഇവിടെയുണ്ട്. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ഞങ്ങൾ ചോദിച്ചു റസൂലുള്ളാഹ് അൻ അലി റളിയല്ലാഹു അൻഹു തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ ആയ
പ്രതിനിധി സംഘങ്ങളായി അള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ വഫ്ദായി പോകുമെന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, മൽ വഫദു ഇല്ലാ റക്ബുൻ, സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വാഹനം വേണ്ടേ നബിയെ? ഖബർ നീട്ട് അവർക്ക് വാഹനം കിട്ടുക? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന്റെ ഒരു ഭാഗം പണ്ട് വായിച്ചിട്ടുണ്ട്, പൂർത്തിയാക്കി വായിക്കാം. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹും ഇദാ ഖറജു മിൻ ഖുബൂരിഹിം, അവർ ഖബറിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉസ്തഖ്ബിലു ബിനൂഖിൻ ബയളിൻ, മനോഹരമായ വെളുവെളുത്ത ഒട്ടകങ്ങൾ അവരെ കൊണ്ട് അവരുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നതാണ്. നല്ല നല്ല വെളുവെളുത്ത മനോഹരമായ ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ വരും. കുല്ലു ഖുത്വത് ലഹാ അജ്നിഹത്തുൻ, അതിന് ഈ ഒട്ടകങ്ങൾക്ക് അജ്നിഹത്തുൻ ചിറകുണ്ടാവും. അലൈഹ ആ ഒട്ടകങ്ങളുടെ മേൽ റിയഹാരു ദഹബി, സ്വർണത്തിന്റെ എന്തുണ്ടാവുന്നറിയോ? സീറ്റുകൾ. മനസ്സിലായില്ലേ? സീറ്റുകളും കൂടാരങ്ങളും ഒട്ടകക്കട്ടില് റാഹില്, മനസ്സിലായില്ലേ പറഞ്ഞത്? ഒട്ടകക്കട്ടിലുകളും വിരിപ്പുകളൊക്കെ ഉണ്ടാവും. ഈ ഒട്ടകപ്പുറത്ത് എന്തിന്റെ മിനദ്ദഹബി, എന്തിന്റെ? സ്വർണത്തിന്റെ. അതിന് ചിറകുണ്ടാവും. പറക്കയ്യ. അല്ലാഹുവേ ആസ്വദിക്കാൻ തൗഫീഖ് തരട്ടെ. അവരങ്ങനെ വരും. അവരുടെ ചെരുപ്പിന്റെ പ്രകാശം തന്നെ പ്രകാശമായിരിക്കും, ചെരുപ്പിന്റെ ഭാറ് തന്നെ. കുല്ലു ഖത്വത്തിൻ മിൻഹാ, ആ ഒട്ടകങ്ങളുടെ ഓരോ ചവിട്ടടിയും മിസ്ലു മത്തിൽ ബസരി, കണ്ണെത്തുന്ന ദൂരമായിരിക്കും. അങ്ങോട്ട് പോകും. ഒരു ചവിട്ട് വെച്ച് മറ്റേ ചവിട്ട് വെക്ക എവിടെയാ? കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തും. പറക്കായിരിക്കും. അപ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഒക്കെ മിനിറ്റ് കൊണ്ട് വിട്ടു പറക്ക് ഈ ഒട്ടകക്കൂട്ട്. ഇവർ നേരെ സ്വർഗത്തിന്റെ വാതിലിലേക്ക് എത്തും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉന്നതന്മാരായ ആളുകൾ. അപ്പോൾ ഒരു മനോഹരമായ ചുവന്ന മരതകത്തിന്റെ ഒരു വളയം കാണാം. സ്വർണ്ണത്തകിടുകൾക്ക് മേൽ, വാടിൽ സ്വർണ്ണത്തകിട, അതിന് മേലെ മരതകത്തിന്റെ മനോഹരമായ എന്തുണ്ടാവുന്നറിയോ? നല്ല ഒട്ടക്കണ്ണിണ്ടാവും. ഒട്ടക്കണ്ണി അവിടെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണിന്റെ തൊട്ടുപുറത്ത് എന്തുണ്ടാവും? 2 പുഴകളുണ്ടാവും. അതിനൊന്നും അവർ കുടിച്ചാൽ ജറത്ത് അലാ വുജൂഹിഹിം അവർക്കൊരു പ്രത്യേകമായ സൗരഭ്യം അവർക്കുണ്ടാവും. ഭയങ്കര എല്ലാ വൃത്തിയോടും പോവും. അവരൊന്ന് ഭംഗി കൂടും. രണ്ടാമത്തിന് അവരെ ഉളുവെടുക്കാൻ പറയും. അല്ലെങ്കിൽ കുളിക്കും ഉളുവെടുക്കണം ഒക്കെ ഉണ്ട്. അവരുടെ തൊലി ഭംഗിയാവും, മുടി ഭംഗിയാവും. വല്ലാത്തൊരു കളറ് വരും അവരുടെ മുടിക്ക്. പിന്നെ ഒരു കാലത്തും ആ മുടിക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ജട കുത്തുകയില്ല, മുടി ഒന്നും ഉണ്ടാവില്ല, കൊമ്പെടുത്ത് വാരേണ്ടി വരില്ല, വൃത്തിയായി കിടക്കും. അതിന് എത്ര കാലാണെങ്കിലും എത്ര ഭംഗിയിരിക്കും. മനസ്സിലായില്ലേ? ഈ മുടി ഇങ്ങനെ നീട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എന്താ പറയാ, കരണ്ടിനൊക്കെ നീട്ടി കൊടുക്കൂലേ? പറയും കുട്ടികളെ, എന്താ പറയാ, കരണ്ടിന് ചില ബാർബർ ഷാപ്പിലൊക്കെ ഉണ്ടല്ലോ, കരണ്ടിന് മുടി ഇങ്ങനെ കോല് പോലെ ആക്കി കൊടുക്കും. എന്താ അതിന് പറയാ? ബ്യൂട്ടി പാർലർ, എന്താ പറയാ, സ്ട്രൈറ്റ്. മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കും. അത് ശൈത്താന്റെ കോലാണ്. ദുനിയാവിൽ അത് ശൈത്താന്റെ കോലാണ്. പ്രേതങ്ങൾക്കാണ് അങ്ങനെ ഉണ്ടാവുക. ശ്രദ്ധിക്കണം. അള്ളാഹു കാക്കട്ടെ. മുടി അങ്ങനെ ആക്കരുത്. മുടി അങ്ങനെ ആക്കിയാൽ പിശാച് അയാളെ എളുപ്പം ആക്രമിക്കും. അത് വേറൊരു വിഷയമാണ്, പിന്നെ പറയാം. അത് വേറെ വിഷയം. അത് ചില പ്രത്യേക നാട്ടുകാരുടെ സ്വഭാവമാണ്. പിശാച് അവരുടെ മേൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വേറെ അവസ്ഥയാണ്, ഞാൻ ഇപ്പം പറയുന്നില്ല. ചെയ്യരുത്. അത് വളരെ അപകടമാണ്. പിശാചിന്റെ സ്വാധീനം അത്തരം ആളുകൾക്ക് കൂടും ദുനിയാവിൽ. എന്നാലോ അവരൊരു പ്രത്യേക ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുക. എന്നാലോ പരലോകത്ത് അവരുടെ ആ ഒരു പുഴയിൽ നിന്ന് അവരുടെ കുളിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവരുടെ മുടിയും തൊലിയും ഒക്കെ ഭംഗിയാവും. ശരീരമൊക്കെ ഒരു പ്രത്യേക വർണ്ണത്തിലാവും. മനസ്സൊക്കെ നന്നാവും. വല്ലാത്തൊരു സംഗതിയായിരിക്കും. അപ്പോൾ ആ വാതിലിന്റെ വട്ടക്കണ്ണിയെ ആ സ്വർണത്തിന്റെ തകിടിൽ അവർ അടിക്കുന്നതാണ്. അങ്ങനെ പഴയ കാലത്ത് നിങ്ങൾക്കറിയില്ലേ, വാതിൽമേൽ എന്തുണ്ടാവും? കോളിംഗ് ബെല്ലൊന്നുമല്ല, അങ്ങനെ മുട്ടാൻ എന്തുണ്ടാവും? ടപ് ടപ് ടപ്.
അപ്പൊ അതിനാൾ വാതിൽ തുറക്കും. فلو سمعت طنين الحلقاء فيبل كل حوراء. ആ ശബ്ദം അങ്ങോട്ട് സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് മുഴങ്ങും. അപ്പോൾ അയാളുടെ ഇണ മുന്നോട്ട് വരും. മനസ്സിലായില്ലേ? അയാളുടെ ഇണക്ക് മനസ്സിലാവും എന്റെ ആള് വന്നിട്ടുണ്ട്. അയാളുടെ ആ മുട്ടിന്റെ ആ ശബ്ദം ഓരോരുത്തരുടെയും ഓരോ അവസ്ഥയായിരിക്കും. മനസ്സിലായില്ലേ? അതോടുകൂടെ അവൾ ഒരു കൈകാര്യക്കാരനെ ആക്കും. അയാൾ വാതിൽ തുറന്നു കൊടുക്കും. സ്വർഗത്തിനെ കാണുന്ന നേരത്തെങ്ങാനും അയാൾക്ക് കാര്യം അല്ലാഹു നേരത്തെ അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ അവിടെ സുജൂദിൽ വീണുപോകും. എന്തുകൊണ്ട്? വാതിലാണ് തുറക്കുമ്പോൾ അയാൾ അഭിമുഖീകരിക്കുന്ന കാര്യം അത്ര ഉന്നതമായിരിക്കും. ആ വാതിൽ തുറക്കുന്നവന്റെ മുന്നിൽ ഇയാൾ സുജൂദിൽ വീഴുമായിരുന്നു. കാരണം ആ ജാതിയിലേക്കാണ് അയാൾ വാതിൽ തുറന്നത്. മനസ്സിലായില്ലേ? ആ വാതിൽ തുറന്ന ആളുടെ മുന്നിൽ സുജൂദ് ചെയ്തു പോകുമായിരുന്നു നേരത്തെ ഇയാൾക്ക് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ. കാരണം അത്ര വലിയ അനുഗ്രഹങ്ങളൊക്കെ ഒരാൾക്ക് ചെയ്തു തരികയാണെങ്കിൽ അതിലേക്ക് ഒരാൾ വാതിൽ തുറന്നാൽ സ്വാഭാവികമായി നമ്മൾ അയാൾ അടിമയാവുമല്ലോ. സത്യത്തിൽ ഇയാൾ അടിമയാണ്. നേരത്തെ അല്ലാഹു ഇയാൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ആ വാതിൽ തുറന്നു കൊടുക്കുന്ന ആളുടെ മുന്നിൽ ഇയാൾ സുജൂദ് ചെയ്തു പോകുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. മിനന്നൂരി വൽ ബഹാ, പ്രകാശം, അല്ലാഹ് വല്ലാത്തൊരു തേജസ്. വാതിലങ്ങോട്ട് തുറക്കുമ്പോൾ എന്താ പിന്നീട് പറയും. ഫയഖൂലു, അപ്പോൾ ആ വന്ന ആൾ പറയും, അന കയ്യിമുക്കല്ലദീ ഉക്കിൽതു ബിഅംരിക, നിങ്ങളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു തരാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ. ഇങ്ങനെ ഏൽപ്പിച്ചത് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. ഫയത്ബഉഹു, അപ്പോൾ ഈ മനുഷ്യൻ ആ കയ്യുമായ ആളെ പിന്നാലെ പോവും. ഫയഖ്ഫു അസ്റഹു, അയാളെ പിന്നെ ചവിട്ടടിക്കനുസരിച്ച് അയാൾ അങ്ങനെ പോവും. ഫയഅതി സൗജതഹു, അങ്ങനെ ഇയാള് അയാളുടെ ഇണയുടെ അടുത്തേക്കാണ് ഇയാളെ കൊണ്ടുപോവുക. അപ്പോൾ ആ ഇണ ഖൈമയിൽ നിന്ന് പുറത്തു വരും. മനസ്സിലായില്ലേ? അയാളുടെ തോഴി, ആണാണെങ്കിൽ ആണിനെ തോഴി, പെണ്ണാണെങ്കിൽ പെണ്ണിനെ തോഴി. ആണാണെങ്കിലും തോഴി, പെണ്ണാണെങ്കിലും തോഴി. ചിന്തിക്ക്. അവർ ഖൈമയിൽ നിന്ന് പുറത്തു വരും. ഖൈമയിൽ ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ഫബിഅയ്യി അലാഇ, തെന്നുകളിൽ ഒതുക്കി നിർത്തപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. ഹൂറിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, ഖൈമകളിൽ. ആ ഖൈമയിൽ അവർ പുറത്തു വരും. എന്നിട്ട് അവർ പറയും, ഫതുആനിഖുഹു, ഇയാളെ ആലിംഗനം ചെയ്യുന്നതാണ്. ഒരാൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കഴുത്തിൽ കഴുത്തിട്ട് ചുംബിക്കും. യാത്ര കഴിഞ്ഞ് വരിക, ദുനിയാവുന്ന് വരിക, എന്നിടക്ക് ഖബറിലായി, പിന്നെ മഹ്ശറയില്, പിന്നെ സിറാത്ത് പാലം, ഇതൊക്കെയാ കിടന്ന്. അപ്പൊ അയാൾ ഹൂറ് ഈ ഖൈമയിൽ ഇറങ്ങി വന്ന ഹൂറ് പറയും, പേടിക്കണ്ട, കെട്ടിപ്പിടിച്ചു നോക്കും, ആലിംഗനം ചെയ്യും. പറയുകയും ചെയ്യും, നീ എന്റെ പ്രേമഭാജനമാണ്, ഞാൻ നിന്റെ പ്രേമഭാജനമാണ്. ഞാൻ എന്നും നിന്നിൽ സംതൃപ്തനാണ്. ഒരു കാലത്തും ഞാൻ കോപിക്കുകയില്ല, ഒരു കാലത്തും ഞാൻ നിന്നോട് കോപിക്കുകയില്ല എന്ന് അത് സ്വർഗവാസികളായ മുഅ്മിനത്തായ പെണ്ണുങ്ങളും ഇണകളോട് പറയും എന്നുണ്ട് ഹദീസിൽ. പിന്നെ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും ആസ്വാദനമാണ്, ഒരിക്കലും ഞാൻ നിനക്ക് ബുദ്ധിമുട്ടാവുകയില്ല. എപ്പോഴും നിനക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല. ഞാൻ എന്നും ശാശ്വതമായി ഈ സൗന്ദര്യത്തിലാണ്. എന്റെ സൗന്ദര്യം ഒരിക്കലും നിനക്ക് മുറിഞ്ഞ് നഷ്ടപ്പെടുകയില്ല. മനസ്സിലായില്ലേ? ഒരു കാലത്തും എന്ന് ഇപ്പൊ ആണാണെങ്കിൽ ആണിന്റെ തോഴി, പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ തോഴി.
പെണ്ണിന് മുഅ്മിനീങ്ങളായ ഇണകൾ ഉണ്ടാകും. അത് പിന്നീട് വിശദീകരിക്കും. ഫയദ്ഖുലു ബൈത്തുൻ ബൈത്തൻ, അങ്ങനെ ആ വ്യക്തി ഒരു വീട്ടിൽ പ്രവേശിക്കും. മിൻ അസാസിഹി ഇലാ സഖ്ബിഹി 100,000 ദിറാ مبني على جندل اللؤلؤ والياقوت طرائق حمر وطرائق خضر وطرائق صفر ما منها طريقة تشاكل صاحبتها. അങ്ങനെ വീട്ടിൽ പ്രവേശിക്കും. മിൻ അസാസി ഇലാ സഖ്ബി, തറ മുതൽ അതിന്റെ മാളിക വരെ, മച്ച് വരെ 100,000 ദിറാ, ചുരുങ്ങിയത് 100,000 ദിറാ, 1,00,000 മുഴം ഉണ്ടാവും. മനസ്സിലായില്ലേ? ആദ്യം കയറി ചെല്ലുന്ന വീട് 1,00,000 മുഴം ഉണ്ടാവും. മുത്തിന്റെയും വല്യാക്കൂത്തി മരതകത്തിന്റെയും പച്ചയായ അട്ടിയട്ടി പലകകളും ചെമച്ചെമപ്പുള്ള അട്ടിയട്ടി പലകകളും. ഏത് പലക? നാലാം ദിവസം എന്താ പറയാ, 4-ാം ദിവസം ഈ ഉറക്കുത്തം കുത്തുന്ന പലകയല്ല, 4-ാം ദിവസം ചെതല് കുത്തുന്ന പലകയല്ല. എന്തിന്റെ? മരതകത്തിന്റെയും രത്നത്തിന്റെയും പലകകൾ, അട്ടിയട്ടിയായ പലക. അതുകൊണ്ടാണ് ഇതിനെ പണിതിട്ടുള്ളത്. മനസ്സിലായില്ലേ? തറയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് 1,00,000 മുഴ. അൽഹംദുലില്ലാഹ്. അക്കൂട്ടത്ത് പറയട്ടെ, പിന്നീട് പറയും. ആ കൂട്ടത്ത് പറയട്ടെ, നമ്മൾ ഈ കൊലത്തിലൊന്നും ആവില്ല. നമ്മൾ ഒരൊറ്റ മനുഷ്യന്മാരോ, ഇതൊക്കെ കിട്ടി. പക്ഷെ നമ്മൾ കുറച്ചുകൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അങ്ങോട്ട് നീളും, ഒരൊറ്റ മനുഷ്യനാവും. ഭയങ്കരം ആദ്യം ഒരു വലിയ നിറഞ്ഞ മനുഷ്യനാവും, അങ്ങോട്ട് പൊങ്ങും. അന്ന് നമ്മുടെ കൈവിരലിൻ്റെ, എൻ്റെ ചെറുവിരലിൻ്റെ ഈ എന്താ പറയുക, വിരൽക്കൊടിൻ്റെ വലിപ്പത്രേ ഇപ്പം നമ്മളുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അന്നത്തെ നമ്മുടെ കൈവിരലിൻ്റെ വിരൽക്കൊടിയുടെ വലിപ്പേ ഇപ്പം നമ്മളുള്ളൂ. അതായത് അങ്ങോട്ട് പൊക്കുമാളെ ആളൊരു കോലാവും, ഒരു വല്ലാത്ത കോലാവും. എന്ന് എങ്ങനെയുള്ള പലകകളാണ്? മരതകത്തിന്റെയും പച്ചയായതും ചുമപ്പായതും, നീ മഞ്ഞയായതും, പച്ച, മഞ്ഞ, നീല, മരതകം, രത്നം, ഇതിന്റെയൊക്കെ പാളികൾ, അട്ടിയട്ടിയായ പാളികൾ കൊണ്ടാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഭംഗി ഭയങ്കര ഭംഗിയായിരിക്കും.